ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിരിക്കാമെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാനൊരു സ്വീറ്റ് റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഒരു പാനിലേക്ക് 2 കപ്പ് പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മിൽക്ക് പൗഡർ 1/4 കപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് മിൽക്ക് മെയ്ഡ് ഒരു 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. മിൽക്ക് പൗഡർ കട്ട കെട്ടാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അത് നന്നായിട്ട് ആ ടീസ്പൂൺ വെച്ചിട്ട് ഉടച്ചിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഇപ്പോൾ എല്ലാം ഇവിടെ നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് റവ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് റവ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. റവ വേഗം കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നന്നായിട്ട് കൈയെടുക്കാതെ റവ മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കുക കേട്ടോ. ഇതൊരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. അടി പിടിക്കാതെ നമ്മളിത് ചെയ്തെടുക്കണം കേട്ടോ. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് കട്ടയായിട്ട് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ പാനിൻ്റെ അടിയിൽ നിന്ന് വിട്ടു പോരണ ഒരു പരുവാവണം. അതാണ് അതിൻ്റെ കറക്റ്റ് പരുവം. ഇതിപ്പോൾ നോൺ സ്റ്റിക്ക് പാത്രം തന്നെ ഉപയോഗിക്കണം. അല്ലെങ്കിൽ വേറെ പാത്രം വെച്ചെങ്കിൽ മിക്കവാറും അടി പിടിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഇതേ നമ്മുടെ മിക്സ് ഇവിടെ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് ഒന്നും കൂടി ഇളക്കി കൊടുത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. പിന്നെ വീഡിയോ കാണുന്ന കൂട്ടുകാരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും കമൻറ്റും കൂടി ചെയ്യുക. പിന്നെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മുടെ മിക്സ് റെഡിയായി വന്നിട്ടുണ്ട്. ഇത് തണുക്കാനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു 3 ഏലക്കായ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/2 കപ്പ് പഞ്ചസാരയും ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ച് വറ്റിച്ചെടുക്കുക കേട്ടോ. ഇത് നന്നായിട്ട് തിളയ്ക്കണം. തിളച്ച് കഴിഞ്ഞാൽ അതൊരു വെളിച്ചെണ്ണയുടെ ഒക്കെ ഒരു പാകമാവും. ആ പാകമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് തണുക്കാനായിട്ട് വെക്കാം. ഇപ്പം നമ്മുടെ റവ മിക്സ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഞാൻ നെയ്യാണ് കയ്യിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് നമ്മൾ ചെറിയ ചെറിയ ഉരുളകളായിട്ട് എടുക്കുമ്പോൾ കയ്യിൽ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നെയ്യോ വെളിച്ചെണ്ണയോ എന്താ വെച്ചാൽ നമുക്ക് പരട്ടി കൊടുക്കാം കേട്ടോ. ഇനി ഇത് ഉള്ളം കയ്യിൽ വെച്ചിട്ട് ഞാനിത് നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് റൗണ്ട് ഷേപ്പിൽ ഒരു നെല്ലിക്കയുടെ വലിപ്പത്തിൽ ഉരുട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതെല്ലാം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഞാനൊരു ചൂടായ ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ റൗണ്ടായിട്ട് ഉരുട്ടിയെടുത്ത ഈ റവ ബോളുകളെല്ലാം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിന് പ്രത്യേകിച്ച് സമയമൊന്നുമില്ല. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം കേട്ടോ. ജസ്റ്റ് ഒരു 5 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഈ എല്ലാ ബോൾസും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇതൊരു 2 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു ഭാഗം ആയി വന്നിട്ടുണ്ടാകും. അപ്പം നമ്മളിത് മറച്ചിട്ട് കൊടുക്കണം. മെല്ലെ വേണം കേട്ടോ മറച്ചിട്ട് കൊടുക്കാനായിട്ട്. ഇപ്പോൾ ഇതേ നമ്മുടെ ബോൾസ് എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് ഇടാം. അങ്ങനെ എല്ലാം ഇതേ ഞാനിവിടെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഞാൻ ആ പഞ്ചസാരയുടെ മിക്സ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് നന്നായിട്ട് ഇതിൽ മുങ്ങിക്കിടക്കുന്ന വിധത്തിൽ വേണം ഇത് ഒഴിച്ചു കൊടുക്കാനായിട്ട്. 1 ടീസ്പൂൺ വെച്ചിട്ട് നമ്മളിതൊന്ന് ജസ്റ്റ് മുകളിൽ കിടക്കുന്നതൊക്കെ നനച്ചു കൊടുക്കുക. ഇനി 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ആ ഷുഗർ സിറപ്പൊക്കെ അതിലേക്ക് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള റവ ഗുലാബ് ജാമുൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ബൈ.